ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന PSCയുടെ എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇനി വരുന്ന എക്സാമിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം റിയോ ഡി ജനീറോ, ബ്രസീൽ. യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് റിയോ ഡി ജനീറോ, ബ്രസീൽ. യുനെസ്കോ 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം റബാത്ത്, മൊറോക്കോ. യുനെസ്കോ 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് റബാത്ത്, മൊറോക്കോ. യുനെസ്കോ 2027 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം മെഡലിൻ, കൊളംബിയ. യുനെസ്കോ 2027 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് മെഡലിൻ, കൊളംബിയ. അപ്പോൾ യുനെസ്കോ 2025 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ. യുനെസ്കോ 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് മൊറോക്കോയിലെ റബാത്ത്. യുനെസ്കോ 2027 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് കൊളംബിയയിലെ മെഡലിൻ. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. 2025 ഇസ്രായേൽ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. 2025 ഇസ്രായേൽ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവ് മരിയ കൊറീന മച്ചാഡോ. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് മരിയ കൊറീന മച്ചാഡോ. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവായ മരിയ കൊറീന മച്ചാഡോ തന്റെ മെഡൽ ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപ്. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവായ മരിയ കൊറീന മച്ചാഡോ തന്റെ മെഡൽ ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. 2025 ഇസ്രയേൽ സമാധാന പുരസ്കാരം ലഭിച്ചത് ഡൊണാൾഡ് ട്രംപ്. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് മരിയ കൊറീന മച്ചാഡോ. 2025 സമാധാന നൊബേൽ സമ്മാന ജേതാവായ മരിയ കൊറീന മച്ചാഡോ തന്റെ മെഡൽ ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയ വ്യക്തി ഡോക്ടർ ടെസി തോമസ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഡോക്ടർ ടെസി തോമസ്. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ശാരദ. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ശാരദ. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ഷാജിയൻ കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഷാജിയൻ കരുൺ. അപ്പോൾ 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഡോക്ടർ ടെസി തോമസ്. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ശാരദ. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഷാജിയൻ കരുൺ. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. സംസ്ഥാന സർക്കാർ ഖാദി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 23. സംസ്ഥാന സർക്കാർ ഖാദി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 23. കേരളത്തിൽ അണക്കെട്ടിനു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം. കേരളത്തിൽ അണക്കെട്ടിനു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം. കേരളത്തിൽ കായലിനു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലം, ആലപ്പുഴ. കേരളത്തിൽ കായലിനു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം, ആലപ്പുഴ. ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? വേമ്പനാട്ട് കായലിൽ. അപ്പോൾ കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. സംസ്ഥാന സർക്കാർ ഖാദി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 23. കേരളത്തിൽ അണക്കെട്ടിനു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം. കേരളത്തിൽ കായലിനു കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം, ആലപ്പുഴ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി N രംഗസ്വാമി. പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് N രംഗസ്വാമി. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2028 സമ്മർ ഒളിമ്പിക്സ് വേദിയാണ് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക.
2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 2032 സമ്മർ ഒളിമ്പിക്സ് വേദിയാണ് ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. അപ്പോൾ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ, പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി N രംഗസ്വാമി. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാണ് ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നേമം, തിരുവനന്തപുരം. 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നേമം ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവനന്തപുരം. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം. 2024-2025 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂർ. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂർ. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം. സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂർ. സംസ്ഥാനത്തെ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കുന്ന രണ്ടാമത്തെ മലയാളി വനിത ശ്രീഷ രവീന്ദ്രൻ. എവറസ്റ്റ് കീഴടക്കുന്ന രണ്ടാമത്തെ മലയാളി വനിതയാണ് ശ്രീഷ രവീന്ദ്രൻ. എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിത സുഹ്റ സിറാജ്. എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിതയാണ് സുഹ്റ സിറാജ്. അപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കുന്ന രണ്ടാമത്തെ മലയാളി വനിതയാണ് ശ്രീഷ രവീന്ദ്രൻ. എവറസ്റ്റ് കീഴടക്കുന്ന മൂന്നാമത്തെ മലയാളി വനിതയാണ് സുഹ്റ സിറാജ്. 2025 ICC വനിതാ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. 2025 ICC വനിതാ ലോകകപ്പ് ജേതാക്കളാണ് ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. 2025 ICC വനിതാ ലോകകപ്പിലെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. 2025 ICC വനിതാ ലോകകപ്പിലെ ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കളായത് ഇന്ത്യ ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. 2026 ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ്. 2026 ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായിരുന്നു സൂര്യകുമാർ യാദവ്. അപ്പോൾ 2025 ICC വനിതാ ലോകകപ്പ് ജേതാക്കളായത് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. 2025 ICC വനിതാ ലോകകപ്പിലെ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായിരുന്നത് ഹർമൻപ്രീത് കൗർ. 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. 2026 ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റനായിരുന്നത് സൂര്യകുമാർ യാദവ്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ കളിക്കാരൻ ഉസ്മാൻ ഡെംബലെ, ഫ്രഞ്ച്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ കളിക്കാരനാണ് ഉസ്മാൻ ഡെംബലെ, ഫ്രഞ്ച്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ കളിക്കാരി ഐറ്റാന ബോഡ്മതി, സ്പെയിൻ.
2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ കളിക്കാരിയാണ് ഐറ്റാന ബോൺമതി, സ്പെയിൻ. അപ്പോൾ 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ കളിക്കാരനാണ് ഉസ്മാൻ ഡെംബെലെ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ കളിക്കാരിയാണ് ഐറ്റാന ബോൺമതി. 2025-2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ജമ്മു കാശ്മീർ ഫൈനലിൽ കർണാടകത്തെ തോൽപ്പിച്ചു. 2025-2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ജമ്മു കാശ്മീർ ഫൈനലിൽ കർണാടകത്തെ തോൽപ്പിച്ചു. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് അസാം. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് അസാം. അപ്പോൾ 2025-2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ജമ്മു കാശ്മീർ ഫൈനലിൽ കർണാടകത്തെ പരാജയപ്പെടുത്തി. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് അസാം. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യപഥ്. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേര് അബുരാജ്. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേരാണ് അബുരാജ്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേര് അബുരാജ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. ആഗോള വിപണിയിൽ എത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവ ബ്രാൻഡ് കെ ഇനം. ആഗോള വിപണിയിൽ എത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവ ബ്രാൻഡാണ് കെ ഇനം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം കെ ലേൺ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് കെ ലേൺ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. ആഗോള വിപണിയിൽ എത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവ ബ്രാൻഡാണ് കെ ഇനം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് കെ ലേൺ. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം ലക്നൗ. 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരമാണ് ലക്നൗ. 2025 യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രധാന ആഘോഷം ദീപാവലി. 2025 യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രധാന ആഘോഷമാണ് ദീപാവലി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് കോഴിക്കോട്. 2025 യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരമാണ് ലക്നൗ. 2025 യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പ്രധാന ആഘോഷമാണ് ദീപാവലി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത്? പെരിഞ്ഞനം, തൃശൂർ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ? കോട്ടയ്ക്കൽ, മലപ്പുറം. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ, തിരുവനന്തപുരം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പെരിഞ്ഞനം, തൃശൂർ. രാജ്യത്തെ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് കോട്ടയ്ക്കൽ, മലപ്പുറം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി? ഛത്തീസ്ഗഡ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? മോർവീർ. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? മോർവീർ. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ജേതാക്കളായത്? കർണാടക. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ജേതാക്കളായത്? കർണാടക. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? മോർവീർ. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ജേതാക്കളായത്? കർണാടക. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രി? കോട്ടയം മെഡിക്കൽ കോളേജ്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രാജ്യത്തെ 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി തന്നെ പഠിക്കുക. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ് ഒരുമിച്ച് തരുമ്പോൾ അത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കാണാത്തവരാണെങ്കിൽ അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്